കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിതയുടെ സമരം ആരംഭിച്ചു. പുനർനിയമനം ആവശ്യപ്പെട്ടുള്ള നഴ്സിംഗ് ഉദ്യോഗസ്ഥ PB അനിതയുടെ സമരത്തിൽ ഐക്യദാർഢ്യവുമായി അതിജീവിത രംഗത്തെത്തി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് മുഖം തിരിച്ചതോടെ 5 ദിവസമായി ആശുപത്രിക്ക് മുന്നിൽ ഉപവാസമിരിക്കുകയാണ് PB അനിത. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, അനിതയ്ക്ക് ഐക്യദാർഢ്യവുമായി അതിജീവിത തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് അനിതയ്ക്ക് ഇപ്പോഴും പുനർനിയമനം വൈകിപ്പിക്കുന്നതിനുള്ള കാരണം. വിവരങ്ങൾ. രോഹിണി, ഇന്നേക്ക് 5 ദിവസമായി PB അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ ഉപവാസം ഇരിക്കുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പൂർവമായ ഒരു ആവശ്യമാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തന്നെ ജോലിയിൽ തിരിച്ചു കയറ്റണമെന്നൊരു ആവശ്യമാണ് PB അനിത ഉന്നയിക്കുന്നത്. എന്നാൽ DMEയുടെ അറിയിപ്പില്ലാതെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഇത്തരത്തിലുള്ള ഈ നിലപാട് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് PB അനിത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ അനിത പ്രധാനമായും എടുത്തു പറയുന്നത് ഇത്രയും നാളായി താൻ ജോലിയിൽ തന്നെ സ്ഥലം മാറ്റി. കഴിഞ്ഞ വർഷം നവംബറിൽ അവരെ സ്ഥലം മാറ്റുന്ന ഉത്തരവുണ്ടായി. ഇടുക്കിയിലേക്കായിരുന്നു സ്ഥലം മാറ്റം. ഈ സ്ഥലം മാറ്റത്തിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത രീതി രാഷ്ട്രീയമായ പകപോക്കലാണ് എന്നാണ് PB അനിത വ്യക്തമാക്കുന്നത്. ഈ PB അനിതയ്ക്ക് പിന്തുണയുമായാണ് ഇപ്പോൾ അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത്. അതിജീവിത പറയുന്നത് തന്നെ സംരക്ഷിച്ചതിലുള്ള രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ് ഇപ്പോൾ PB അനിതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. സമരത്തിൽ PB അനിതയുടെ കൂടെ താനും ഒപ്പമുണ്ട് എന്നാണ് അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമരം ഇന്നേക്ക് 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.